കോയ സഫല ഹെർബൽ സോപ്പ് മാജിക് അവനിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു വിലക്കയറ്റത്തിനെ കുറിച്ചാണ്. കാര്യം ഇപ്പോൾ GST വന്നു, അത് കഴിഞ്ഞിട്ടുണ്ടാകിയ ഒരു കൺഫ്യൂഷൻ, എല്ലാവർക്കും ഭയങ്കര സംശയങ്ങളാണ്. ഇതെങ്ങനെയാണ്, വില കുറയുമോ കൂടുമോ, ബില്ലിംഗ് എങ്ങനെയാണ്, അങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷൻസിൻ്റെ ഭാഗമായിട്ട് സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ചില കാര്യങ്ങൾക്കെല്ലാം വില കുറയുമെന്ന് വിചാരിച്ചെടുത്ത് കൂടിയിരിക്കുന്നു, ചില സ്ഥലങ്ങളിലൊക്കെ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് പ്രാവർത്തികമായി വന്നിട്ടില്ല. അങ്ങനെ ഏതായാലും മൊത്തം കൺഫ്യൂഷനാണ്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ പച്ചക്കറി ആണെങ്കിലും പിന്നെന്താ ചിക്കൻ പോലുള്ള വിഭവങ്ങളൊക്കെ എടുക്കുകയാണെങ്കിലും ഇതെല്ലാം തന്നെ ഇത്തരം ചേരുവകൾക്കൊക്കെ ഇപ്പോൾ വില കൂടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ചിക്കൻ വാങ്ങാനൊന്നും നമുക്കിപ്പോൾ തൽക്കാലം എനിക്ക് തോന്നി കൺഫ്യൂഷനൊക്കെ മാറുന്ന സമയം വരെ ചിക്കൻ്റെ വിഭവങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ ഇച്ചിരി ഒന്ന് കുറച്ചിട്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ കൊണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കിയാലോ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ചെറിയ ചേഞ്ച് ആയിക്കോട്ടെ. അപ്പോൾ എപ്പോഴും ചിക്കൻ കഴിക്കണ്ടല്ലോ. അപ്പോൾ ചിക്കൻ ഇല്ലെങ്കിൽ നല്ല സ്വാദോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റിയ എന്ത് കാര്യമുണ്ട്? വെജിറ്റേറിയൻ ഓക്കെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പച്ചക്കറികൾക്കും ചില വില കൂടുതലൊക്കെ ഉണ്ട്, എങ്കിലും നമ്മൾക്ക് പച്ചക്കറി എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റില്ല. അതേസമയം ഇപ്പോൾ അടുക്കളത്തോട്ടങ്ങൾ ധാരാളമുണ്ട്. പല വീടുകളിലും ടെറസ് ഗാർഡൻസ് വീട്ടുമുറ്റത്തും ബാക്ക് സൈഡിലും ഒക്കെ വെക്കുന്നുണ്ട്. ചെറിയ ചട്ടികളിൽ പോലും പച്ചക്കറി അത്യാവശ്യം നമ്മളുടെ ആവശ്യത്തിന് നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റുന്ന ഒരു അവസ്ഥയും ഇപ്പോഴുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. എന്തായാലും അപ്പോൾ പച്ചക്കറികളുടെ കാര്യമൊക്കെ അങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ നോൺ വെജിറ്റേറിയൻസിനും പ്യുവർ വെജിറ്റേറിയൻസിനും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ കുറച്ച് നോൺ വെജിറ്റേറിയനും അതേസമയം വെജിറ്റേറിയൻസിൻ്റെ ഒരു വിഭാഗം, അതായത് മുട്ട കഴിക്കുന്ന ആളുകൾ, അത്തരം ആൾക്കാരെയും കൂടെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ ഒരു വിഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. എന്താണത്? അപ്പോൾ മുട്ട കൊണ്ടുള്ളൊരു വിഭവം. കാരണം മുട്ട കഴിക്കുന്ന ഒരുപാട് വെജിറ്റേറിയൻസ് ഉണ്ട്. അവരൊരു പ്യുവർ വെജ് അല്ല, അവർ വെജിറ്റേറിയൻ മുട്ടയാണ് കഴിക്കുന്നത്. പിന്നെന്താ, രണ്ടാമത് പറയാനാണെങ്കിൽ നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ മീനും പിന്നെ ഇറച്ചിയും ഒന്നും ഇല്ലെങ്കിലും ഒരു മുട്ട ഓംലെറ്റ് എങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് മുട്ട കൊണ്ടുള്ള വിഭവമായാലോ, അതിൻ്റെ വിലയൊന്നും വലിയ വേരിയേഷനൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് മുട്ട കൊണ്ടൊരു വിഭവം തയ്യാറാക്കാം. ഒരു സാധാരണ മുട്ടക്കറിയോ മുട്ട റോസ്റ്റോ അല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് വ്യത്യാസമുള്ളൊരു കാര്യം. അതെന്താ അതിൻ്റെ പേര്? എഗ് ബട്ടർ മസാല. അപ്പോൾ മുട്ട കൊണ്ടൊരു ബട്ടർ മസാല നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ പനീർ ബട്ടർ മസാലയൊക്കെ നമ്മൾ എപ്പോഴും കഴിക്കും. പിന്നെന്താ, ചിക്കൻ ബട്ടർ മസാല കഴിക്കാറുണ്ട്. അപ്പോൾ ഇനി എന്തുകൊണ്ട് നമുക്ക് മുട്ട കൊണ്ടൊരു ബട്ടർ മസാല കഴിച്ചുകൂടാ? അപ്പോൾ എഗ് ബട്ടർ മസാലയാണ് നമ്മളുടെ ഇന്നത്തെ ആദ്യത്തെ വിഭവം. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുട്ടയുടെ എണ്ണം 6 7 നിങ്ങൾക്ക് ഇഷ്ടാനുസരണം. കാര്യം ഇതിലൊരു 8 മുട്ട വരെ നമുക്ക് ഉപയോഗിക്കാം. വെണ്ണ 50 ഗ്രാം, എണ്ണ 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി അരച്ചത് 1.5 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി അരച്ചത് 1.5 ടേബിൾ സ്പൂൺ, സവാള 2 വലുത് നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിരിയൻ മുളക് പൊടി 1.25 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ പ്യൂരി 3 വലിയ ടൊമാറ്റോയിൽ നിന്നും, ഗരം മസാല പൊടി 1 ടീസ്പൂൺ, കസൂരി മേത്തി പൊടിച്ചത് 1 ടീസ്പൂൺ, ഫ്രഷ് ക്രീം 1/4 മുതൽ 1/2 കപ്പ് വരെ ആകാം, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആകാം, വെള്ളം 1.5 കപ്പ്, പഞ്ചസാര 1 ടീസ്പൂൺ, മല്ലിയില 1/2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, അണ്ടിപ്പരിപ്പ് 50 ഗ്രാം വെള്ളത്തിൽ കുതിർത്തത്. അപ്പോൾ നമുക്ക് നമ്മളുടെ എഗ് ബട്ടർ മസാല തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ എഗ് ബട്ടർ മസാലയ്ക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മുട്ടയുടെ എണ്ണം 6 7 നിങ്ങൾക്ക് ഇഷ്ടാനുസരണം. കാര്യം ഇതിലൊരു 8 മുട്ട വരെ നമുക്ക് ഉപയോഗിക്കാം ഈ ഒരു അളവിലുണ്ടാക്കുന്ന ഗ്രേവിയിൽ. ഞാനിപ്പോൾ ഒരു 7 മുട്ട ഇവിടെ പുഴുങ്ങി അതിൻ്റെ തോട് കളഞ്ഞ് 2ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിനാദ്യം ചെയ്യേണ്ട കാര്യം, ചൂടായിട്ടുള്ളൊരു പാത്രം, അതിലേക്ക് ആദ്യം ഒരല്പം 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ, അത്രയും മതി. എണ്ണ നല്ല ചൂടാകട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള റെഡിയാണ്, അതിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എണ്ണ ചെറുതായി ചൂടായി തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ സവാള നീളത്തിനായി, ഇതിപ്പോൾ ഞാൻ ഹാഫ് സ്ലൈസസ് ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഓരോ സവാള 2ആയി മുറിച്ചിട്ട് പിന്നെ അത് ഞാൻ നെടുകെ മുറിച്ചിട്ട് പിന്നെ സ്ലൈസ് ചെയ്തു. അപ്പോൾ കുറച്ചുകൂടി ചെറിയ സ്ലൈസസാണ്. 2 വലിയ സവാള. സവാളയുടെ സൈസ് അനുസരിച്ചിട്ടാണ്. മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 2.5 സവാള ആകാം, ചെറുതാണെങ്കിൽ ഒരു 3 സവാള വരെ ആകാം. അപ്പോൾ അരിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഒരു 2 കപ്പോളം വരും. ഇതൊന്ന് വാടിയാൽ മാത്രം മതി, ബ്രൗൺ ആകണ്ട. എന്നിട്ട് ഒരല്പസമയം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പാണിത്. ഈ കാര്യം എന്ന് പറഞ്ഞാൽ സവാള ഒന്ന് വാട്ടിയെടുക്കുന്നു. ആ വാടിയ സവാള ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ചേർത്ത് അതൊന്ന് അരയ്ക്കണം. അതിനായിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് 50 ഗ്രാം. ആ 50 ഗ്രാം അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ നിന്ന് എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി കുതിർന്ന അണ്ടിപ്പരിപ്പും
ഈ വാട്ടിയെടുത്ത സവാളയും കൂടി നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇച്ചിരി വെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാം. അരച്ച് മാറ്റണം. നല്ല പേസ്റ്റ് ഒരു മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ അത് രണ്ടാമത്തെ സ്റ്റേജാകും. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ തയ്യാറാക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ നേരത്തെ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതാണ് നമ്മളുടെ ടൊമാറ്റോ പ്യൂറി. ഇതൊരു 3 വലിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ മുഴുവനോടെ പിന്നെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചു. വന്നൊരു 5 മിനിറ്റ് സമയം കൂടി തിളപ്പിച്ചാൽ അതിൻ്റെ തൊലിയെല്ലാം ഇങ്ങനെ വിട്ട് വരും. അത് കഴിഞ്ഞിട്ട് അതും ഇതുപോലെ തന്നെ ചൂടുവെള്ളം മാറ്റിയിട്ട് ഉടനെ തന്നെ തണുത്ത വെള്ളത്തിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ തൊലിയൊക്കെ ഇങ്ങനെ ഇളകി വരും. ആ ഇളകി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബ്ലാൻഡ് ചെയ്യുന്ന എന്നാണ് അതിന് പറയുന്നത്. നമ്മൾ പല പ്രാവശ്യം ഞാൻ മാജിക് ഓവനിലൂടെ തന്നെ കാണിച്ചിട്ടുണ്ട്. സവാള പാകത്തിന് വാടിക്കഴിഞ്ഞു. അപ്പോൾ ഇതിന് ഞാൻ വേറൊരു ഓപ്ഷൻ കൂടി പറഞ്ഞു തരാം. അതായത് ഇതിപ്പോൾ നമ്മൾ എണ്ണയിലല്ലേ വഴറ്റിയെടുക്കുന്നത്. ഇനി എണ്ണ കുറച്ച് കുറയ്ക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ സവാള വേവിച്ചെടുത്താലും മതി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കും. അപ്പോൾ കഴിഞ്ഞു. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഒരു അല്പസമയം ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നു. തണുത്ത് കഴിഞ്ഞിട്ട് ഈ അണ്ടിപ്പരിപ്പ് കുതിർത്തതും കൂടി ചേർത്തിട്ട് ഞാനിതൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് തിരിച്ചു വരും. അങ്ങനെ അണ്ടിപ്പരിപ്പ് കുതിർത്തതും അത് 50 ഗ്രാം, അതിൻ്റെ കൂടെ ഒരു 2 വലിയ സവാള നീളത്തിലരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ എണ്ണയിൽ വഴറ്റിയെടുത്തതും കൂടി ചേർത്ത് അരച്ച് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ച് പേസ്റ്റ് രൂപത്തിൽ മഷി പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് റെഡി. ഇനി ഒരു പണിയില്ല, പെട്ടെന്ന് ചെയ്യാം. ചൂട് കെട്ടുള്ളൊരു പാത്രം, അതിൽ ആദ്യം 1 ടേബിൾ സ്പൂൺ എണ്ണ. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് 1 ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കഴിഞ്ഞു സവാള വഴറ്റാൻ. ഇപ്പോൾ ബാക്കിയുള്ള 1 ടേബിൾ സ്പൂൺ എണ്ണയും അതിൻ്റെ കൂടെ ഒരു 50 ഗ്രാം വെണ്ണയും രണ്ടും കൂടി ഒന്നിച്ച്. ഈ വെണ്ണ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ 50 ഗ്രാം വെണ്ണയുടെ പകുതി ഇതിൽ ചേർത്തു. ബാക്കി പകുതി ഞാൻ വെച്ചേക്കുവാണ്, അവസാനം ചേർക്കും. ഇതൊക്കെ ഒഴിവാക്കാവുന്ന കാര്യങ്ങളാണ് വേണ്ടാന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ കാര്യങ്ങൾ രണ്ട്. അപ്പോൾ വെണ്ണയും കൂടെ ഒന്ന് അലിഞ്ഞോട്ടെ. അത് കഴിഞ്ഞാൽ ആദ്യം ചേർക്കേണ്ട കാര്യം വെളുത്തുള്ളി അരച്ചതും ഇഞ്ചി അരച്ചതും. അപ്പോൾ ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ പേസ്റ്റ്. വെളുത്തുള്ളി അരച്ചത് 1.5 ടേബിൾ സ്പൂൺ ഇത്രയും ചേർക്കാം. എല്ലാം ഞാൻ ആ കറക്റ്റ് അളവിനെടുത്ത്. പിന്നെന്താ, ഇഞ്ചി അരച്ചത് 1.5 ടേബിൾ സ്പൂൺ. ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ്, 2 കാര്യങ്ങളായി. ഇനി ഇതിൻ്റെ പച്ചച്ചുവന്ന് മാറി ഒന്ന് മൂക്കണം, വഴറ്റി കൊടുക്കാം. അപ്പോൾ കളറൊക്കെ മാറി നല്ല മണം വരും. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. കാര്യം ഇതിങ്ങനെ ചൂടായി തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഇങ്ങനെ ചൂടായി മൂത്ത് തുടങ്ങുമ്പോൾ നല്ല മണമാണ്. വെണ്ണയും വെളുത്തുള്ളിയും കൂടിയുള്ള കോമ്പിനേഷൻ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മണവും രുചിയുമാണ്. അപ്പോൾ എന്തായാലും ആ കോമ്പിനേഷൻ ഇതിനകത്തുണ്ടല്ലോ. ഇതിൽ വെണ്ണയും ഉണ്ട്, വെളുത്തുള്ളിയും ഉണ്ട്. അപ്പോൾ ശരിക്കും മൂക്കാനുള്ളൊരു മൂക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മണം വന്നു തുടങ്ങി. എടുത്ത് വയ്ക്കേണ്ട കാര്യം മഞ്ഞൾപ്പൊടി നമുക്കൊരു 1/2 ടീസ്പൂൺ വരെ ആക്കാം. തീ അല്പം ഒന്ന് കുറയ്ക്കാം. നല്ല മണം വന്ന് തുടങ്ങി. പിന്നെ തീ കുറയ്ക്കാം, നല്ലോണം കുറയ്ക്കാം. നല്ല മണം. ഇനി എന്താ വേണ്ടേ? ഇനി മുളക് പൊടി. ഇത് പിരിയൻ മുളകിൻ്റെ പൊടിയാണ്. കളർ കൂടുതലാണ്, എരിവ് അത്ര ഉണ്ടാവില്ല. ഇതിപ്പോൾ 1 ഫുൾ ടേബിൾ സ്പൂണും അതിനോടൊപ്പം 1/4 മുതൽ 1/2 ടേബിൾ സ്പൂണും കൂടി ആകാം. നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ 1.25 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ ഇപ്പോൾ ഞാൻ തീ അല്പം കുറച്ചു, നന്നായിട്ട് കുറച്ചിരുന്നു. അതുകൊണ്ട് ആ ചൂടൊന്ന് ബാലൻസ് ആയിട്ടുണ്ട്. ഇനി തീ വീണ്ടും കൂട്ടി കൊടുക്കാം. അപ്പോൾ മുളക് പൊടിയും പാകത്തിന് മൂത്തു. ഇനി ഇതിലേക്ക് നല്ല ചുമ വരുന്നൊരു മണം. ഇനി നമ്മളിതിലേക്ക് ടൊമാറ്റോ പ്യൂരി, ഇപ്പം നമ്മൾ ചേർത്ത ടൊമാറ്റോ പ്യൂരി വറ്റി ഏതാണ്ട് എണ്ണ തെളിയുന്നൊരു സ്റ്റേജായി. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. അതും നോക്കിയിട്ട് എരിവനുസരിച്ചിട്ട് കൊടുക്കാം. ആദ്യം 1/2 ടീസ്പൂൺ ഇടാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ എരിവ് നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ട് വേണം തോന്നുകയാണെങ്കിൽ വീണ്ടും ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്തായാലും 1 ടീസ്പൂണാണ് ഞാൻ അളവ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഒണിയൻ കാഷ്യൂ പേസ്റ്റ്, അതായത് സവാള,
50 ഗ്രാം അണ്ടിപ്പരിപ്പ് കുതിർത്തതും 2 വലിയ സവാള നീളത്തിനരിഞ്ഞ് 1 ടേബിൾ സ്പൂൺ എണ്ണയിൽ വഴറ്റിയതും കൂടെ ചേർത്ത് ഇച്ചിരി വെള്ളം ചേർത്ത് അരച്ചതാണ്. അതങ്ങോട്ട് ചേർക്കുന്നു. അപ്പോൾ ടൊമാറ്റോയിൽ നിന്നും നന്നായിട്ട് എണ്ണയെല്ലാം ഊറി വരുന്ന ഒരു സ്റ്റേജിലാണിത് ചെയ്യുന്നത്. അപ്പോൾ ടൊമാറ്റോ വഴറ്റി അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും 1.25 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ പിരിയൻ മുളകിൻ്റെ പൊടിയും ചേർത്തു. ഇനി ഇതിൻ്റെ കളറ് വളരെ കുറയും, ലൈറ്റ് ഒരു ഓറഞ്ച് കളറിലേക്ക് പോകും. ഇനി നമ്മളൊരു 1.5 കപ്പ് വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം ചേർത്തു. അപ്പോൾ നല്ല കുറിയ ഗ്രേവിയാണ്, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് വെള്ളം ചേർക്കേണ്ടത്. ഇച്ചിരൂടെ ചേർക്കാം. അപ്പോൾ ഏതാണ്ട് 1.5 കപ്പ് വെള്ളം. ആവശ്യത്തിനുള്ള ഉപ്പ്, പാകത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെന്താ വേണ്ടത്? ഗരം മസാലപ്പൊടി, പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം കൂടി ചേർത്ത് പൊടിച്ച് ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ വരെ ആകാം. പ്രധാനപ്പെട്ടൊരു കാര്യം കസൂരി മേത്തി പൗഡർ, അതും 1 ടീസ്പൂൺ ചേർത്തു. ഇപ്പം മണമൊക്കെ അങ്ങ് മാറി, വേറെ നോർത്ത് ഇന്ത്യൻ മണം വന്നു തുടങ്ങി. ഇനി എന്താണ്, അങ്ങനെ നല്ല റിച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഗ്രേവി. ആവശ്യത്തിന് ഉപ്പും ചേർത്തു. ഒരല്പം മല്ലിയില അരിഞ്ഞത് ഇപ്പോഴും ചേർക്കാം, ലാസ്റ്റും ചേർക്കാം. തൽക്കാലം ഇങ്ങനെ ചേർക്കാം. അപ്പോൾ ഗ്രേവി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര. അതൊരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ്. എരിവും മധുരവും ഉപ്പും ഒക്കെ ഒരു ബാലൻസാണ് സത്യം പറഞ്ഞാൽ. നല്ല അത്യാവശ്യം എരിവുണ്ട്, എന്നാലും ഒരല്പം മധുരം വേണം. സാധാരണ ഒരു ബട്ടർ മസാല എന്ന് പറയുന്ന ഗ്രേവിക്ക് വലിയ എരിവൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് നമ്മൾ കുറച്ചൊരു സ്പൈസി ആയിട്ടാണ് ചെയ്യുന്നത്. ഇനി ഉള്ള ഒരു കാര്യം ഞാൻ പറയുന്നത് കുറച്ചുകൂടെ റിച്ച് ആവുന്നൊരു കാര്യമാണ്. പക്ഷേ ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലയെന്നുണ്ടെങ്കിലും വിഷമിക്കേണ്ട. ഫ്രഷ് ക്രീമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 1/2 കപ്പോളം ആകാം ഫ്രഷ് ക്രീം. അങ്ങനെ നമ്മുടെ ബട്ടർ മസാല റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ട ചേർക്കണം. ഇത് എഗ് ബട്ടർ മസാലയാണ്. അപ്പോൾ ഇനി ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എഗ്ഗ് ചേർത്താൽ മതി. ഒരുപക്ഷെ മുറിക്കാത്ത മുട്ടയാണെങ്കിൽ ഏത് സ്റ്റേജിൽ ചേർത്താലും കുഴപ്പമില്ല. കാര്യം അത് പുഴുങ്ങിയ മുട്ട അതുപോലെ ചേർക്കുക. ഇതങ്ങനെയല്ലല്ലോ. ഇതിനെ അധികം ഇട്ട് ഉടച്ചു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. കാണാനൊരു ലുക്ക് അങ്ങനെ തന്നെ വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഇടുക. നല്ല കുറുകിയ ഗ്രേവി. ഇതിൽ ഇച്ചിരൂടെ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. ഇനി കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഉപ്പൊക്കെ നോക്കുക അതനുസരിച്ചിട്ട്. ഇനി ഒരു 5 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ടൊന്ന് തിളപ്പിക്കാം. അപ്പോൾ ആ ഗ്രേവിയിൽ കടന്നിട്ട് ആ മുട്ടയിലേക്കിട്ട് ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കട്ടെ. എല്ലാം ചേർത്ത് കഴിഞ്ഞു, റെഡിയാണ്. ഇനി ഒരു 5 മിനിറ്റ് സ്ലോ ഫയർ ചെറിയ തീയിൽ കടന്നൊന്ന് തിളയ്ക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റുന്നു. മല്ലിയില കൊണ്ട് അലങ്കരിക്കുന്നു. വേണമെങ്കിൽ ഒരു അല്പം ക്രീമും കൂടി മുകളിലിട്ട് വേണമെങ്കിലും അലങ്കരിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പം ക്രീം എന്ന് പറഞ്ഞാൽ ഓപ്ഷണലാണ്, പക്ഷെ ചേർത്താലാണ് കൂടുതൽ നല്ലത്. അങ്ങനെ നമ്മുടെ എഗ് ബട്ടർ മസാല ഞാൻ പാത്രത്തിലേക്ക് മാറ്റി. ഇനി അവസാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് വെണ്ണ ബാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. അത് മുകളിലായിട്ടിട്ട് കൊടുക്കാം. അതിങ്ങനെ അലിഞ്ഞ് എല്ലാ ഭാഗത്തേക്കും പോയിക്കോളും. ചൂടാണല്ലോ ഗ്രേവി. ഇനി മല്ലിയില അവിടെ ആയിട്ട് അരിഞ്ഞത്. പിന്നെന്താ, കുറച്ച് ക്രീം വേണമെങ്കിൽ കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. മതി, ധാരാളം. ആവശ്യത്തിന് അലങ്കാരമായി. അങ്ങനെ നമ്മളുടെ എഗ് ബട്ടർ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ശരിക്കും നമ്മൾ പനീർ ബട്ടർ മസാലയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ സന്തോഷത്തോടു കൂടി കഴിക്കാം. അപ്പോൾ പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം.
അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഇത് നമ്മളൊരു സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്വീറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോൾ സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ സാധാ സ്വീറ്റ് ഒന്നും അല്ല, നമുക്ക് പുഡിങ് ചെയ്യാം. അപ്പോൾ പുഡിങ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. വ്യത്യസ്തമായ പലതരം പുഡിങ്സ് പരീക്ഷിക്കാൻ എല്ലാ വീട്ടമ്മമാർക്കും ഇഷ്ടമാണ്. നമ്മളിന്നൊരു പുതിയ ഒരു പുഡിങ്ങിലേക്ക് പോവാണ്. വളരെ സിമ്പിളാണ് ആ പുഡിങ്, പക്ഷേ ഉണ്ടാക്കാൻ എളുപ്പം. സ്വാദിൻ്റെ കാര്യത്തിൽ നല്ല ഒന്നാമനായിട്ട് വരും. ഇതിൻ്റെ പേര് ബദാം പുഡിങ്. അപ്പോൾ ഒരു ആൽമണ്ട് പുഡിങ്ങാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബദാം മിൽക്ക് പൗഡർ 5 ടേബിൾ സ്പൂൺ, പാൽ 1/2 ലിറ്റർ, മിൽക്ക് മെയ്ഡ് 1/2 ടിൻ, പഞ്ചസാര 5-6 ടേബിൾ സ്പൂൺ, ചൈന ഗ്രാസ് 10 ഗ്രാമിൻ്റെ 1 പാക്കറ്റ്, വെള്ളം 2 കപ്പ്, വാനില എസൻസ് 1/2 ടീസ്പൂൺ. അലങ്കരിക്കാനായിട്ട് ബദാം ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയത് ആവശ്യാനുസരണം. അപ്പം നമുക്കിനി നല്ല സ്വാദിഷ്ടമായ ബദാം പുഡിങ് തയ്യാറാക്കാം. അപ്പോൾ എൻ്റെ ചേരുവകളെല്ലാം ഇവിടെ റെഡിയാണ്. ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരു പാത്രത്തിലേക്ക്, ഇത് നമ്മളിപ്പോൾ ഏത് പുഡിങ് ആണെങ്കിലും, അതായത് പല ടൈപ്പ് ഓഫ് പുഡിങ് ഉണ്ട്. ഇപ്പോൾ ബേക്ക് ചെയ്യുന്ന പുഡിങ് അല്ലാണ്ട് സെറ്റിംഗ് പുഡിങ് ആണെങ്കിൽ കൂടുതലായിട്ടും എന്തെങ്കിലും ഒരു സെറ്റിംഗ് ഏജൻറ്റ് ഉണ്ടാകും. അത് ഒന്നുകിൽ അത് ചൈന ഗ്രാസ് ആകാം, അതല്ലെങ്കിൽ ജലറ്റിൻ ആകാം. അപ്പോൾ ജലറ്റിൻ എന്ന് പറയുമ്പോൾ അത് കുറച്ച് നോൺ വെജ് ആണ്. അതുകൊണ്ട് തന്നെ ചൈന ഗ്രാസ് ആയിരിക്കും പ്യുവർ വെജിറ്റേറിയൻസ് പ്രിഫർ ചെയ്യുന്നത്. ഇതൊരു തരം സീവീഡാണ്. അതുകൊണ്ട് വെജിറ്റേറിയൻസിന് ഏറ്റവും നല്ലത് ചൈന ഗ്രാസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, പ്ലാസ്റ്റിക് ഷീറ്റ് പോലെയൊക്കെ തോന്നും. ഇങ്ങനെ പാക്കറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊരു 10 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അത് വാങ്ങിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വയ്ക്കുക. ഇങ്ങനെ മുറിച്ച് വയ്ക്കാം. ഇത് കുതിരാനായിട്ട് വയ്ക്കണം. കുറച്ചുകൂടെ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു 2 കപ്പ് വെള്ളം അളന്ന് ഒഴിച്ചു വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് റെഡിയാണ്. അപ്പോൾ അതൊരു സൈഡിലിരിക്കട്ടെ. ഇനി അടുത്ത നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ പാല് വെച്ചുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതിൽ പ്രധാനമായിട്ട് വേണ്ടത് ബദാം പുഡിങ്ങാണ്, അഥവാ ആൽമണ്ട് പുഡിങ്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യുന്നത്, നമുക്കിപ്പം ബദാം മിൽക്ക് പൗഡർ എന്ന് പറഞ്ഞ് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ബദാം പൗഡർ ഒരു ലൈറ്റ് യെല്ലോ കളറിലെ കാര്യമാണ്. അതൊരു 5 ടേബിൾ സ്പൂൺ എടുക്കണം. പിന്നെ 1/2 ലിറ്റർ പാല് വേണം. അപ്പോൾ ഈ 1/2 ലിറ്റർ പാലിൽ നിന്നും ഈ ബദാം മിൽക്ക് കലക്കാൻ ആവശ്യമായ തണുത്ത പാല് കാച്ചുന്നതിന് മുന്നേ അതിലേക്ക് ഒഴിക്കാം. ഏകദേശം കണ്ടില്ല, ഒരു യെല്ലോ കളറായി ഇങ്ങനെ വരുന്ന നോക്കൂ. ആ പാലൊരു ചെറിയൊരു ലൈറ്റ് യെല്ലോ കളറാവുന്നുണ്ട്. അതിൻ്റെ നിറം അതാണ് യെല്ലോ കളർ. അപ്പോൾ കട്ടയില്ലാണ്ടൊന്ന് കലക്കി വെക്കാം. അപ്പോൾ ഒരു 1/2 കപ്പോളം പാല് വേണ്ടി വരും. ഇനി ബാക്കി പാല് നമ്മൾ ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് കാച്ചി വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര, അതിനൊരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി വേണമെങ്കിൽ ചേർക്കാം. മധുരം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അപ്പോൾ നോക്കിയിട്ട് ചേർക്കാം. 3 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ ആകാം. അപ്പോൾ അടുപ്പൊന്ന് കത്തിച്ച് കൊടുക്കാം. പഞ്ചസാര ഈ പാലിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞ് നന്നായിട്ടൊന്ന് തിള വരുന്ന ഒരു സമയം, പൊങ്ങി കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ പാലിപ്പോൾ നന്നായിട്ട് ഏതാണ്ട് തിളയ്ക്കുന്ന ഒരു പാകമായി കഴിഞ്ഞു. പഞ്ചസാരയെല്ലാം പാകത്തിന് അത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. ഈ പാലിൻ്റെ മിശ്രിതം, പാലും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് നമുക്ക് യോജിപ്പിച്ച് വയ്ക്കാം. അതായത് നമ്മുടെ മിൽക്ക് മെയ്ഡ് 1/2 ടിൻ മിൽക്ക് മെയ്ഡ്, അത് ഈ പാലിൻ്റെ കൂട്ടിലേക്ക് മാറ്റാം. കണ്ടൻസ്ഡ് മിൽക്ക് 1/2 ടിൻ, അതും കൂടി അങ്ങ് അലിയിക്കുക. അപ്പോൾ അതിനൊരു മധുരമുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. മധുരം പഞ്ചസാര അളവ് നമ്മൾ നോക്കി ചേർക്കുക. ഇപ്പോൾ 3-4 ടേബിൾ സ്പൂൺ ആദ്യം ചേർക്കുക. പിന്നെ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി ഇത് അടുപ്പിൽ നിന്നും മാറ്റുന്നു. അപ്പോൾ പാടയൊന്നും കെട്ടരുത്. അത് അതിന് മുന്നേ തന്നെ നമ്മളിത് ഇളക്കി അങ്ങ് മാറ്റും. പാട വരില്ല, അതിന് മുമ്പേ തന്നെ നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ മറ്റൊരു ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വെക്കുന്നു. നമ്മളുടെ ചൈന ഗ്രാസ് നന്നായിട്ടൊന്ന് കുതിർന്നിരിക്കുവാണ്, നല്ല സോഫ്റ്റായി. അപ്പോൾ 2 കപ്പ് വെള്ളത്തിൽ 1 പാക്കറ്റ് 10 ഗ്രാമിൻ്റെ 1 പാക്കറ്റ് ചൈന ഗ്രാസ് കഷ്ണങ്ങളായി മുറിച്ചത് കുതിരാൻ വെച്ചതാണിത്. ആ വെള്ളത്തോടു കൂടി തന്നെ നമ്മൾ അടുപ്പിലേക്ക് മാറ്റുന്നു. ഇനി നമ്മൾ ഇളക്കി കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക്. ഇത് നന്നായിട്ടൊന്ന് ഉരുകട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി. ഇപ്പം നോക്കൂ, നമ്മളുടെ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞു. നന്നായിട്ട് ചൂടായി തള വരുമ്പോൾ തന്നെ അത് മെൽറ്റാകും. ശരിക്കും നന്നായിട്ട് കുതിർന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും, ഒരുപാടുമില്ല. കുതിർന്നില്ലെങ്കിലാണ് മെൽറ്റാവാനായിട്ട് സമയം എടുക്കുന്നത്. കുറച്ച് തരിയൊക്കെ ഉണ്ടാവും, എന്നാലും ചെറിയ തരിയുണ്ട്. നമുക്ക് അവസാനം അരിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പോകും. പക്ഷെ എന്തായാലും ഇത് നന്നായിട്ട്
മെൽറ്റായി കഴിഞ്ഞു. അപ്പോൾ തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ച പാൽ ഇവിടെ ഉണ്ട്. നമ്മൾ ഇതിലേക്ക് ഈ ചൈന ഗ്രാസ് ഉരുക്കിയത് യോജിപ്പിക്കുന്നു. അപ്പം 5 ടേബിൾ സ്പൂൺ പഞ്ചസാര തന്നെ വേണ്ടി വരും. കാര്യം നമ്മളിപ്പോൾ ചൈന ഗ്രാസ് 2 കപ്പ് വെള്ളത്തിൽ കുതിർത്തതല്ലേ ചേർത്ത്. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി ഓഫ് 2 കപ്പിൻ്റെ ഒരു ക്വാണ്ടിറ്റി ഓഫ് ചൈന ഗ്രാസ് ഇതിൽ കയറി കഴിഞ്ഞു. ഇനി എന്താണ് ചേർത്തു. ഒരൽപ്പം വാനില എസൻസ്, ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്തു. ഇനി ഇതിനെ നമ്മൾ ബദാം പുഡിങ്ങാക്കി മാറ്റാൻ പോവാണ്. ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഈ ബദാം മിൽക്ക് പൗഡറിൻ്റെ മിശ്രിതം ഇതിലേക്ക് ഒഴിക്കും. അപ്പോൾ ഒരു ലൈറ്റ് യെല്ലോ കളർ നമ്മുടെ പുഡിങ്ങിനും വരും. ഇത്രയും. ഇനി ഇത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റണം, പുഡിംഗ് ഡിഷിലേക്ക്. ഇനി ഇത് ഉറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ സെറ്റ് ചെയ്യാനായിട്ട് ഒരു സമയം കൊടുക്കുക. പെട്ടെന്നാകണം എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ താഴത്തെ തട്ടിൽ ഒരു 2 മണിക്കൂർ സമയം കൊടുക്കുക. അപ്പോഴത്തേക്കും അത് സെറ്റാവും. കാര്യം ചൈന ഗ്രാസ് ആണല്ലോ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റാവും. അപ്പോൾ നമ്മളുടെ ബദാം പുഡിങ് ഓൾമോസ്റ്റ് സെറ്റായി കഴിഞ്ഞു. കണ്ടല്ലോ, എല്ലാ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇളകി വരുന്നൊരു പാകമാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഡീമോൾഡ് ചെയ്തിട്ട് ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡീമോൾഡ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് നുറുക്കിയ ബദാമിൻ്റെ പീസസ്. അപ്പോൾ ഈ പുഡിങ്ങിൻ്റെ ഒരു സ്വാദം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു എന്താ പറയുക, ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ആയിരിക്കും വരാൻ പോണത്. ഈ പുഡിങ് കഴിക്കുമ്പോൾ നമുക്കൊരു രസ്മലായി എല്ലാം കഴിക്കുന്നൊരു ആ ഒരു രുചിയായിരിക്കും നമ്മളുടെ നാവിൻ തുമ്പിൽ വരുന്നത്. അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് കഴിച്ചു നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ. ഭയങ്കര സ്വാദാണ്. അപ്പോൾ ആ ഒരു ഇന്ത്യൻ ടേസ്റ്റുള്ള ഒരു പുഡിങ്ങായിട്ട് നമുക്കിത് അങ്ങനെ തന്നെ ആലോചിച്ചിട്ട് കഴിക്കാം. തണുപ്പിച്ച് നല്ല ഒരു ഇന്ത്യൻ പുഡിങ് കഴിക്കുന്ന ഒരു ഫീലിൽ കഴിക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ, ആ ഒരു ബദാം ഫ്ലേവർ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പരീക്ഷിച്ചു നോക്കാം. എപ്പിസോഡ് കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ വ്യത്യസ്തമായൊരു മുട്ട കൊണ്ടുള്ള വിഭവമായിരുന്നു. മുട്ട കൊണ്ട് നമ്മളൊരു ബട്ടർ മസാലയാണ് തയ്യാറാക്കിയത്. അപ്പോൾ എഗ് ബട്ടർ മസാല ഇത് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറുള്ള ഒരു അടിപൊളി വിഭവമായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഭവത്തിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാം. പിന്നെ രണ്ടാമത് കാണിച്ചതും വളരെ ഇന്ത്യൻ ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ്. പുഡിങ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇന്ത്യൻ അല്ലല്ലോ, പക്ഷേ ഇതിനൊരു ഇന്ത്യൻ ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. ഇതൊരു ബദാം പുഡിങ്ങാണ്, ഒരു ആൽമണ്ട് പുഡിങ്. അപ്പോൾ ഈ 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കാമിലൂടെ കാണാം.